കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എം പി ഇഡിക്ക് മുൻപിൽ ഹാജരായി. ഇഡി ചോദിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ പറയുമെന്നായിരുന്നു കെ രാധാകൃഷ്ണന്റെ പ്രതികരണം. എന്താ ചോദ്യം വരുന്നതെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയും. കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാറിന്റെ കാലത്തും അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ. അത് ചോദിക്കട്ടെ, അപ്പം പറയാം. അപ്പം നിങ്ങൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയരുത്. എല്ലാം ഹാജരാക്കി. വിവരങ്ങൾ നൽകാനായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, പറഞ്ഞതുപോലെ തന്നെയാണ് കരുവന്നൂർ ബാങ്ക് കേസിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ഇഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുന്നത്. ഇഡി ചോദിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ പറയുമെന്നാണ് കെ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം CPM-ഉം ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പണം CPM-ലേക്കും കൂടെ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ 2-3 പ്രാവശ്യം സമൻസ് എത്താതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM-ലേക്കുള്ള ബന്ധത്തെ കൂടെ മുൻനിർത്തിക്കൊണ്ട് ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത് രാധാകൃഷ്ണൻ. വിവരങ്ങൾ കിരൺ. അഞ്ജന, ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് രാധാകൃഷ്ണൻ കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. നേരത്തെ 2 തവണ രാധാകൃഷ്ണന് സമൻസ് അയച്ചിരുന്നെങ്കിലും ഇദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായില്ല. പാർട്ടി സമ്മേളനം ഒപ്പം തന്നെ പാർലമെന്റ് നടക്കുന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. ഏതായാലും ഇപ്പോൾ 3ാമത്തെ സമൻസോടുകൂടി അദ്ദേഹം ഹാജരായിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ രാധാകൃഷ്ണൻ CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിച്ചറിയുന്നത്. 2016 മുതൽ 18 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് CPM-ന്റെ പേരിലുള്ള 5 അക്കൗണ്ടുകളിലും 5ാമത്തെ അക്കൗണ്ട് ഈ സഹകരണ ബാങ്കിൽ ഉണ്ടാക്കുന്നത്. ഈ അക്കൗണ്ട് വഴി ക്രമക്കേടുകൾ നടത്തിയിരുന്നു എന്നാണ് ED-യുടെ കണ്ടെത്തലുണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകൾ അടക്കമുള്ള കാര്യങ്ങളും ED പരിശോധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ, ഈ രേഖകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ED-ക്ക് മുന്നിൽ ഹാജരാക്കിയതായിട്ടാണ് ഈ കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് തന്നോട് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്നറിയില്ല. തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ വ്യക്തമാക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളെല്ലാം തന്നെ നേരത്തെ തന്നെ ഹാജരാക്കിയിട്ടുണ്ടെന്നും കെ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്ന സമയത്ത് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ശരി കിരൺ, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഒക്കെ തന്നെ തുടർന്ന് മണിക്കൂറുകളിലേക്ക് നമുക്കെത്താം.